സുഹൃത്തുക്കളെ, ഏതാനും നിമിഷങ്ങൾക്കകം ഞങ്ങൾ വേറെ ആരുടെയെങ്കിലും ഒക്കെ രൂപത്തിലായിരിക്കും നിൽക്കാൻ പോകുന്നത്. ഇതെന്താ സുഹൃത്തുക്കളെ വരുന്നത്? മാന്യമായ വസ്ത്രധാരണം. എന്റെ ഒളിയോ, നിന്നെ ഞാൻ പ്രശംസിക്കുന്നു സോദരി. എനിക്ക് കിട്ടിയതൊരു അംശം പോലും ഇല്ല. എന്നെ ആരും ഫ്ലൈറ്റ് പൊളിച്ചു നിർത്തല്ലേ. എങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ? ഐ എം കം ഫ്രം കേരള ഹോൾസെയിൽ ഹൈസ്കൂൾ. കണ്ണമ്പ്രോ നല്ല രസമാണ്. കണ്ണമ്പ്രോ വൃത്തിപ്പെട്ട സാധനം വളഞ്ഞു തന്നെ. രണ്ട് ബസ്സുകളും കൂടെ നടന്നു പോകണമൊക്കെയാണ്. ഒന്നും കുഞ്ഞു താഴെ എടുക്കരുത്. താങ്ക് യു. പൊളി സാധനം കേട്ടോ. ഇത് ഫ്രണ്ട്ലി പനങ്ങാട് സ്പൈഡറിന്. സ്വാമി കുട്ടികളുടെ ഫോട്ടോ എടുക്കാൻ പാരന്റ്സിന്റെ പെർമിഷൻ ഉണ്ടോ? ഇല്ല. സിസി ആസാമി ബ്ലെസ്സിങ്, ഗിവിംഗ് യു ബ്ലെസ്സിങ്. എവളത് മറിഞ്ഞടിച്ച് വീടും കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട കോസ്റ്റ്യൂം. താങ്ക് യു. മാറ്റണ്ടേ? സക്സസ്ഫുൾ മിഷൻ. പിടയ്ക്കുന്ന മത്തിയോ? ഹേ ഗൈസ്, വെൽക്കം ടു എ പുതിയ വ്ളോഗ്. ഇത് കുറെ കാലത്തിന് ശേഷം ഒരു വെറൈറ്റി ചലഞ്ചാണ് ഗൈസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നമ്മൾ ഇരിക്കുന്നത് ബാലിയിലെ VIP ലോഞ്ചിലാണ്. ഹായ് പറയൂ എല്ലാവരും. അപ്പോ നമ്മൾ ഇങ്ങോട്ട് വരുന്നതിന് ഒരാഴ്ച മുന്നേ ഞങ്ങൾ എല്ലാവരും ഓരോരുത്തരുടെ പേരും ഒരു ലോട്ടിനകത്ത് എഴുതിയിട്ടിട്ട് ഓരോരുത്തരുടെ പേര് പിക്ക് ചെയ്തു. എന്നിട്ട് ചലഞ്ച് ഇതാണ്, ഓരോ ആൾക്കാരും അവർക്ക് കിട്ടുന്ന പേരുള്ള ആളിന് ഡ്രസ്സ് സെലക്ട് ചെയ്യുക. അപ്പൊ ഞങ്ങൾ ലോട്ട് പിക്ക് ചെയ്ത ആ ഒരു നിങ്ങൾ കണ്ടിട്ട് വരും ഗൈസ്. ഹലോ ഫ്യൂച്ചർ കാർത്തികേയ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഫ്യൂച്ചറിലെ ഓഡിയൻസ്, ഇത് പാസ്റ്റിലാണ് സുഹൃത്തുക്കളെ. ഒരു 2-3 ആഴ്ച മുന്നേ എന്ത് ഡ്രസ്സ് അതായത് ഇടണം എന്നുള്ളതിന് ലോട്ട് ഇടാനായിട്ട് പോവുകയാണ് ഞങ്ങൾ. ഇവിടെ നോക്കൂ, ശരണ്യുണ്ട്, തൊട്ട് പുറകിൽ അനന്തും ഉണ്ട്, ഇതിവിടെ വർഷമുണ്ട്, കണ്ണമ്പ്രോ ഉണ്ട്, അമ്മ ഉണ്ട്. അപ്പൊ എല്ലാവരുടെയും പേരെഴുതിയ ലോട്ട് സെറ്റാണ് ഇവിടെ എഴുതിയത്. നോക്കൂ ഗൈസ്, ഇതിനകത്ത് ഓരോന്നിനകത്തും ഓരോ ആൾക്കാരുടെ പേരാണ്. അപ്പൊ ഇപ്പൊ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഓരോ ചിട്ടെടുക്കും. സ്വന്തം പേരല്ലാതെ വേറെ ആരുടെയെങ്കിലും പേരായിരിക്കണം, അതാണൊരു കണ്ടീഷൻ. എടുത്തിട്ട് എയർപോർട്ടിൽ, അതായത് മലേഷ്യൻ എയർപോർട്ടിൽ നിൽക്കുമ്പോഴായിരിക്കും നിങ്ങൾ ഈ വീഡിയോ മിക്കവാറും ഞാൻ ജോയിൻ ചെയ്യണത്. അവിടെ ഈ എടുക്കുന്ന ആൾക്കാർ, ആ എടുക്കുന്ന പേരുണ്ടല്ലോ, ആ ഉള്ള ആൾക്ക് ഒരു വെറൈറ്റി ജുംബ്രാഞ്ചി ഡ്രസ് എടുക്കണം. അപ്പൊ എന്ത് ഡ്രസ് വേണോ എടുക്കാം. കണ്ണമ്പ്രോ എന്തോ വാഴയിലെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. എനിക്കും അറിയില്ല ഗൈസ്, ആരുടെ പേരാണ് എനിക്ക് കിട്ടുന്നതെന്ന്, എന്റെ പേര് ആരുടെ കൈ കിട്ടുമെന്നും എനിക്കറിയില്ല. ദൈവമേ, ബിക്കിനിയാ? നവ്യ നായർ ചേച്ചി ഒരു മുല്ലപ്പൂ വെച്ച് ഓർമ്മയുണ്ട? എടി അത് മറ്റേ ഫ്രാഗ്രൻസ് ഉള്ള ഇത്, പോളൻ അലർജി ആണ് പലർക്കും. അത് തന്നെ, ഇതൊക്കെയാണ് കാരണം. എന്തായാലും ബിക്കിനി ഇട്ടാ ഫ്ലൈറ്റ് കയറ്റൂല. അതെ. അപ്പൊ എന്തായാലും ഞങ്ങൾ ലോട്ടിടാൻ പോവാണ്. പക്ഷെ കുലുക്ക് ഓക്കെ. എന്നിട്ട് എല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ട് പറയുന്നതായിരിക്കും ആർക്കാണ് എടുക്കാൻ പോകുന്നത്. അല്ലല്ല, സീക്രട്ട് ആയിട്ട് ഇതിനകത്ത് സീക്രട്ട് ആയിട്ട് പറഞ്ഞാൽ ഓക്കെ. ഓ, ഞാൻ കാണൂലേ ഇത്? ഞാൻ ഇവിടെ സത്യമായിട്ട് ഞാൻ കാണൂല. ഇട് ഓരോന്നും എടുക്കാം. ഇട്. കൃഷ്ണ ഗുരുവായൂരപ്പ എടുത്താടി. ഞാൻ കുളിക്കട്ടെ. കുലുക്കിത്തക്കത്താ. ആ ഇട്. ഓക്കെ. ഒരെണ്ണം എന്റെ രണ്ടെണ്ണം വന്നായിരുന്നു. ഓക്കെ. എനിക്ക് എന്റെ പേര് കിട്ടി ഗൈസ്. ഒന്നും കൂടെ ഇട്.
എടി ഇത് പറ്റൂല, എനിക്ക് എന്നെ തന്നെ കിട്ടി. ഒന്നുകൂടെ ഇട്. ഇനി അടുത്ത് പറയില്ലേ? ഇനി അടുത്തു ചേടാ നന്നായിട്ട് കുളിക്കട്ടാ. ജസ്റ്റ് മിസ്സായി പോയി. പക്ഷെ എനിക്ക് എന്നെ തന്നെ കിട്ടി ഗൈസ്. എന്റെ ഒരു കാര്യമേ. ഓക്കെ ആയിട്ടോടാ. ഓക്കെ ഒരെണ്ണം കൂടെ എടുത്തു ഗൈസ്. ഓ ഇല്ല. ഓക്കെ ഇനി ഓരോരുത്തരായിട്ട് വീഡിയോയിൽ കാണിക്ക് അവർക്ക് ആരാണ് കിട്ടിയേക്കണേന്ന്. നോക്കല്ലേ ആരും? ഇല്ല നോക്കണ്ട. ഓക്കെ ആ ഹാപ്പിയാണോ കിട്ടിയ പേര്? ആണല്ലേ? നിനക്കെന്താടി? ഭയങ്കര ശരിയാണ് നിനക്ക്. നീ കാണിക്കണറിയാം. കണ്ടോ? ഓക്കെ കാണരുത്. ഇല്ല കാണൂല. നീട് കാണിച്ച. അപ്പോ എല്ലാവർക്കും അവരവരുടേതായ ഇരകളെ ഐ മീൻ കോസ്റ്റ്യൂം എടുക്കാനുള്ള ആൾക്കാരെ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇനി ബാക്ക് ടു ഫ്യൂച്ചർ ബ്ലോഗ്. എന്തൊരു പാടോ. എന്നെ ആർക്കാണ് കിട്ടിയേക്കണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മാന്യമായ വസ്ത്രധാരണം. ഓക്കെ പാടോ. ഓക്കെ നിങ്ങൾ അത് കണ്ടല്ലോ. ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫണ്ണി കോസ്റ്റ്യൂം ഇടണം. എന്നിട്ട് ഇപ്പോ നമ്മൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഫണ്ണി കോസ്റ്റ്യൂംസ് എക്സ്ചേഞ്ച് ചെയ്യും. ഒരാൾക്ക് ഒരു ഐഡിയ ഇല്ല ആരെയാണ് കിട്ടിയേക്കുന്നതെന്ന്. എല്ലാം കംപ്ലീറ്റ് സീക്രസികൾ നടന്നതാണ്. അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ട് എന്താണ് ഉരുത്തിരിഞ്ഞ് വരാൻ പോണതെന്ന്. ഓക്കെ ശരു എനിക്ക് ചിരി നിർത്താൻ പറ്റുള്ള ഓരോ കാര്യം ആലോചിച്ചിട്ട് അമ്മു ആണാ കണ്ണം ബ്രോ. സുഹൃത്തുക്കളെ ഏതാനും നിമിഷങ്ങൾക്കകം ഞങ്ങൾ വേറെ ആരുടെയെങ്കിലും ഒക്കെ രൂപത്തിലായിരിക്കും നിൽക്കാൻ പോകുന്നത്. എന്താവുന്ന ഒരു ഐഡിയ ഇല്ല. ഇത്രയുള്ള നിന്റെ സാധനം ആണാ ഈശ്വരാ. ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു കേസ് എന്നെ ആർക്കായിരിക്കും കിട്ടിയതെന്ന്. കണ്ണം ബ്രോ ഇല്ല കാണിക്കൂല. ഞങ്ങൾ ഓരോരുത്തർക്കായിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് കോസ്റ്റ്യൂം കാണിക്കും. ടെൻഷൻ ഉണ്ടായി. ഇതിട്ടോണ്ടാണ് എയർ ഫ്ലൈറ്റിൽ കയറാനുള്ളത്. ലാസ്റ്റ് കേറാം. എന്തൊരാവണം എന്തോ. അടിച്ചിറക്കാൻ നമുക്ക് പ്രൈവറ്റ് ജെറ്റ് വരും. ഇച്ചായനെ വിളിക്കുന്നൊക്കെ. ഇച്ചായ വന്ന് കണ്ടിട്ട് ഈ ഊളകളെ എനിക്ക് അറിഞ്ഞൂടാ. അലവ് പിള്ളേരല്ലേ. ഇല്ലടി ഇല്ല സത്യം. ന്യൂസാപ്പനിയുടെ പോയി വെയിലും കൊണ്ട് നടന്നപ്പോഴത്തേക്കും എല്ലാ എണ്ണവും പിന്നാട്ട് കേസ് ഭയങ്കര. ഓക്കെ എന്തായാലും അനന്തും കൂടെ വന്നിട്ട് നമ്മൾ കോസ്റ്റ്യൂം ആർക്കൊക്കെയാണ് കൊടുക്കുന്നതെന്ന് റിവീൽ ചെയ്യുന്നത്. എനിക്കുണ്ടടി. ഓക്കെ സ്കോറം തികഞ്ഞ സ്ഥിതിക്ക് ടെൻഷൻ ഉണ്ട് കേട്ടോ ചെറുതായിട്ട്. ആ ഓക്കെ എന്തൊരു പാടാ എന്തോ. അപ്പോ ഞാൻ തന്നെ എണ്ണി തുടങ്ങാം. ഡാമ ഡോമ ഡസ്ക നക്കന കോക്ക നക്കന കയ്യാ ലക്കന സ്കൈ അള്ളു മുള്ളു സാ കോക്ക നക്കെ പോ. പോയല്ല നീയാണ് ആദ്യത്തത്. ആ നീയാണ് കൊടുക്കേണ്ടത് ഐശ്വര്യായിട്ട്. ഈശ്വര ഓ ആദ്യത്തെ ശരണ്യാണ് സുഹൃത്തുക്കളെ. ആ ഓൾ ദി ബെസ്റ്റ്. ഇപ്പോഴല്ലേ പോയി ഡ്രസ് മാറിട്ടോ. ആ സുഹൃത്തുക്കളെ ആ ചാടിത്തുള്ളി പോകുന്ന ശരണ്യാണ് ആദ്യത്തെ ഏര. അയ്യോ എന്തൊരു പാടം. എന്തോ ഒരു ഐഡിയ ഇല്ല. നീയാണല്ലേടി ശരൂര് സെലക്ട് ചെയ്തത്? ആ ആണാ നിന്റത് ആണാ? എല്ലാരും അങ്ങനെയൊക്കെ ചിന്തിച്ചെടുത്തിരുന്നേ കൊള്ളായിരുന്നു. കല്യാൺ സിൽക്സ് എന്നൊക്കെയാണ് എടുത്തോണ്ട് വന്നത്. പട്ട് സാരിയോ? കവർ മാത്രമല്ല. ആ ഓക്കെ.
ഓക്കെ, ശരണ്യ വരുന്ന ആ നിമിഷത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇന്ന് ആ ലോട്ടിട്ടപ്പം ശരുവിന്റെ ചിരി കണ്ടിട്ട് ശരുവിന് എന്നെ കിട്ടിയെന്നാണ് എന്റെ ഉള്ളിലൊരു ത്വര ഗൈസ്. പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ ആർക്കാണ് എന്നെ കിട്ടിയേക്കണേന്ന്. കാരണം അവളൊന്ന് ഒരുപാട് ചിരിച്ചു. എനിക്കൊരു പണി തരാനും അവള് കുറച്ച് കാലമായിട്ട് കാത്തുരിക്കുകയാണ്. എന്റെ ഒരു പാഠം. കണ്ണൻ ചേട്ടൻ ചോദിച്ചിരുന്നു നമ്മുടെ കണ്ണൻ ചേട്ടൻ ആ ആരൊക്കെ കിട്ടിയെന്ന് വെച്ചാൽ കണ്ണൻ ചേട്ടൻ പറഞ്ഞനുസരിച്ച് ആരും ആണ് സാധനം ആ എന്റെ കയ്യില് സാധനമുണ്ട്. ആ അത് നാട്ടിലെ സമയമായിരിക്കും മാറ്റട്ടെന്നൊക്കെ. ഓക്കെ ഗൈസ്, ടൈമിന് അഗെയിൻസ്റ്റും നമ്മൾ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താ സുഹൃത്തുക്കളെ വരുന്നത്? എടി എന്താടി ഇത്? ആരാടി നീ? ആ കൊള്ളാടി, നല്ല രസമുണ്ട്. തിരിഞ്ഞേ എന്തു പറ്റിയടി? കോസ്റ്റ്യൂം എങ്ങനെയുണ്ടടാ? എങ്ങനെയുണ്ട് നിന്റെ കോസ്റ്റ്യൂം? എനിക്കറിയാൻ പറ്റില്ല, എനിക്ക് അനങ്ങാൻ പറ്റണില്ല. ഇതെന്തോ സൈസ് മാറി വന്നതാണെന്ന് തോന്നുന്നു. അതെ 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 നല്ല നല്ല സെലക്ഷനാ മക്കളെ, മിടുക്കി. നെക്സ്റ്റ് ശരു, ഇനി നീയാണ് അനൗൺസ് ചെയ്യേണ്ടത്. ഒരു ഷാർക്ക് അനൗൺസ് ചെയ്യാൻ പോവാണ് സുഹൃത്തുക്കളെ. എനിക്ക് പക്ഷെ ഭയങ്കര ഡൗട്ട് ഉണ്ട് ഇവള് എന്റെ കൈ കൊണ്ട് തരുമെന്ന്. എനിക്ക് ആണല്ലേ? ഓ അടന്തൂല. പക്ഷെ എന്താണ് സാധനം? അനന്ത് പറ്റിയ പ്രാർത്ഥന. സമയ അപ്പൊ എന്റെ ആർക്കാണ്? നിന്റെ അടുത്തേരാടി. ഇത് നീ തിരിഞ്ഞേടി, തലയെ കൂടെ ഇട്ട കറക്റ്റ് ഷാർക്ക് അപ്പം നീ. ഇറുവി ഇരിക്കുകയാണ് കേട്ടാ. യെസ് പ്ലീസ് പ്ലീസ്. കൊള്ളാടി, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. നല്ല ഭംഗിയുണ്ടടാ. ഇത് വിട്ടോണ്ട് ഫ്ലൈറ്റിൽ കയറാൻ ആലോചിച്ചൊക്കെയാണ്. ചൂടെടുക്കണം അല്ലേ? നീ പുഴുങ്ങും മിക്കവാറും. ഹൗ ഡസ് ഷീ ലുക്ക്? സ്വീറ്റ്, ക്യൂട്ട്. എന്നിട്ട് ആ വെള്ളം ഒരു തലയെ കൂടെ ഒഴിച്ചു തരും. ഇറങ്ങി പോടി ഇവിടെ നിന്ന്. എന്റെ ആരുടെയിലാണ് തമ്പുരാനെ, ശരണ്യല്ല. സത്യം പറഞ്ഞ ഞാൻ വിചാരിച്ചിരുന്ന എന്റേത് നീ ആയിരിക്കും. കാരണം നീ അന്തൊരു മാത്രം ചിരിച്ചന്ന് കണ്ടപ്പോഴാണ് ചിരിച്ചു പോയല്ലേ. സത്യം എന്താണെന്ന് എങ്ങനെ അറിയാം? ഓഹോ, കട്ട വെയിറ്റിംഗിലാണ് സുഹൃത്തുക്കളെ അനന്ത് കളിയന് വേണ്ടി. എന്ത് പണിയാടി പാവപ്പെട്ടവർ കൊടുത്തിട്ടിരിക്കണം? നിനക്ക് ഭയങ്കര ശുഷ്കാന്തി. എനിക്ക് കാണാൻ ഭയങ്കര ത്വര കേസ് സുഹൃത്തുക്കള്. ഇതല്ലല്ലോ. Thank you. You can watch over there. അയ്യോ, അവിടെയുള്ള പെണ്ണ് ചിരിച്ചു ഊപ്പാട് വന്നു കേട്ടാ. എടാ ഇറങ്ങി വാടാ, കാണാ കൊതിയാ അവിടെ. ആണോ? അയ്യോ, അവിടെയുള്ള പെണ്ണ് ചിരിച്ചു ഊപ്പാട് വന്നു കേട്ടാ. എന്താടി? എവിടെ? എന്റെ ഒളിയോ. ദേവിയേ, എടാ എന്ത് നീ എനിക്ക് എന്റെ പൊടിപ്പൂര അമ്മച്ചി. ഓ എന്റെ തല കറങ്ങട്ടെ, എന്റെ പൊടിപ്പൂര അമ്മച്ചി. എടാ പൊളിയടാ, പൊളി. അളിയെ സമ്മതിച്ച് നിന്റെ കോൺഫിഡൻസ് ഞാൻ സമ്മതിച്ച്. ഓ നീ ഒന്ന് തിരിഞ്ഞേടാ. ഇത് വിട്ടോണ്ട് നീ എങ്ങനെയാടാ ഫ്ലൈറ്റിൽ കയറണത്? ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടാണ് സുഹൃത്തുക്കളെ എടുത്തേക്കുന്നത് അല്ലേ. നിന്നെ ഞാൻ പ്രശംസിക്കുന്നു സോദരി. പക്ഷെ അവനാണ് എനിക്ക് എടുത്തേക്കണത്. ആ ഓക്കെ, ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരട്ടെ. കല്യാൺ സിൽസിലാണല്ലോ എന്റെ പണി വന്നേക്കുന്നത്. See him?
Is he good? Good, really good. Okay. ഈശ്വര, ഒരു പണിയിലേക്കാണല്ലോ ഞാൻ പോണത്. ഇത് പാവാടാ. വേറെ ലെവൽ പൊളി കേട്ടാ. എനിക്ക് എന്തൊരു സന്തോഷം ഇങ്ങനെ അലപ്പിട്ട് എത്ര കാലമായി. അങ്ങനെയല്ലേ? ഓ, ഇങ്ങനെയാണല്ലേ? ഓ, അയ്യോ, അതൊക്കെ ആണല്ലോടാ ഭയങ്കര ടൈറ്റ്. കുഴപ്പമില്ല, അങ്ങനെ ഇതിട്ടോ. ഈ സോക്സ് ഇല്ലേ? ആ സോക്സ് പിള്ളേർ സോക്സ്. ആഹാ, സോക്സ് ഉണ്ട്. യെസ്, താങ്ക് യു. നമ്മള് ഫ്ലൈറ്റ് ഒരു ഹാലോവിൻ ഡെക്കാക്കി മാറ്റിടാ. ബെൽറ്റും ഉണ്ടല്ലേ? യെസ്. നീ അങ്ങ് പ്രൊഫഷണൽ ആയല്ലേടാ? നീ എന്നെ പറ്റി എന്താ പറയാ? ഞാനുണ്ടല്ല, എനിക്ക് കിട്ടിയ ആക്ക് ചെയ്യാൻ പറ്റണം. കാരണം ഇല്ലെങ്കിൽ ഒരുപാട് അങ്ങ് ഇതായി പോകുന്ന വിചാരിച്ച് ഞാൻ ലൈറ്റ് ആക്കി. പക്ഷെ നീ കറക്റ്റ് ആയിട്ട് എടുത്ത്. ശരണ്യക്ക് 100% കോൺഫിഡൻസ് ഉണ്ട്. കാരണം നീ ഇത് ചെയ്യുമോ? നമ്മളാണ് അപ്പൊ ഇന്ന് അഴിയത്. ഞാൻ ലിപ്സ്റ്റിക് ഇടണോടാ? ഇടണമല്ലേ? ഞാൻ ലിപ്സ്റ്റിക് എടുത്തിട്ടില്ല കേട്ടോ. കോളർ ബട്ടൺസ് ഇടണം. ജസ്റ്റ് ഇതൊന്ന് സെറ്റ് ആയിക്കോട്ടെ. പെറ്റിക്കോട്ടൊക്കെ ഇട്ട് ലിപ്സ്റ്റിക് ഇട്ട് സ്കൂളിൽ പോയാണ് ഞാൻ. ഒന്നാൾ നീ കപ്പാസിറ്റി നോക്കി തന്നെ എടുത്ത്. പക്ഷെ നിന്റെ വിഗ് അറിയാ, ഹൈലൈറ്റ് സാധനം കേട്ടാ. അമ്പലപ്പുളങ്ങരെ കുളി കാണാൻ ചെന്നപ്പോൾ അയലത്തെ പെൺപിള്ളേ കളിയാക്കി കല്യാണി കളവാണി കമലാക്ഷി. ദൈവമേ ഈശ്വര, എന്നെ ആരും ഫ്ലൈറ്റിൽ കുനിച്ചു നിർത്തല്ലേ. നിന്നെയോ? ഓക്കെ, ഞാൻ പറയാം. The things we do for YouTube. റെഡിയാണോ ഗൈസ്? I am the forward Jesus. എങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ? എല്ലാരും ഇവിടെ നിന്ന് പുഴുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എങ്ങനെയുണ്ടടി? ഷാർക്കിന് ഇഷ്ടപ്പെട്ടല്ലേ? എടാ, ഇതെന്താടാ സ്കൂൾ കേളോ? എങ്ങനെയുണ്ട്? പക്ഷേ ആണല്ലേ? പോണ് ഞാൻ ലൈറ്റ് ആണ്, നമുക്ക് സമയം കിട്ടാത്തോണ്ട്. ഗൈസ്, കൊറേ കാലം ഇത്രയും പുഴുത്തൊരു ചലഞ്ച് ഞാൻ ചെയ്തിട്ട്. എന്താടാ? ഓ, ആണാടാ? പാവം തോന്നിയതാണല്ലേ? പക്ഷെ ശരണ്യക്ക് പാവം തോന്നിയില്ലടാ. ആണാണ്. നിന്റെ ബോഡി കാണിക്കാൻ പറ്റുന്നുണ്ട് ഇതിനകത്ത്. അവന്റെ ബോഡിയും എന്റെ ബോഡീസും കാണാൻ പറ്റുന്നുണ്ട് സുഹൃത്തുക്കളെ. അവ ഇവിടെ പോയാ ആണാ? അതവൾ എടുത്തില്ലേ? അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ. സുഹൃത്തുക്കളെ, വലിയ പണിയൊന്നും ഞാൻ കൊടുത്തിട്ടില്ല പാവം കൊച്ചിന്. എനിക്ക് കിട്ടിയത് ഒരു അംശം പോലും ഇല്ല അവക്ക്. കണ്ണപ്പുറം എങ്ങനെയുണ്ട്? അമ്മു, വല വിടാൻ പറ്റുമോ നിനക്ക്? അടുത്ത കൊടു നീ പെട്ടെന്ന്. നീ കൊടുത്ത? ഓ, അപ്പൊ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തോ? കണ്ണമ്പ്രോയി മാത്രമേ ബാക്കിയുള്ളൂ. ആഹാ, താലം കൈമാറി. പോയിട്ടോ.
പോയിട്ട് വെക്കണം ബ്രോ. മക്കൾ എങ്ങനെയുണ്ടടി? നല്ല രസമുണ്ടല്ലേ? സ്പൈഡർമാനായിട്ട് തന്നെ കയറാല്ലേ? വർഷ കിട്ടുമോ? വർഷയുടെ സൈസ് നോക്കിയാണ് ഞാൻ എടുത്തത്. കാരണം നിങ്ങളുടെ ഒരു ഏകദേശം ഒരേ കണക്കല്ലേ? ഹൗസ് ഇറ്റ്? സ്പൈഡർ ഗേൾ എന്ന് സംസാരിക്കും. കാര്യം വിചാരിച്ചേ പെണ്ണ് കെട്ടിയപ്പോ ഞാൻ നന്നാവൂന്ന്. പെണ്ണ് കെട്ടിയപ്പോ വെറും അഴുക്കിയെന്ന്. പഴയ ഒരു കാലഘട്ടത്തിലേക്ക് ഒരു പോക്ക് പോലെ. ഇത് കിട്ടുകൊണ്ട് എയർപോർട്ടിലൂടെ നടക്കണം. ഫ്ലൈറ്റിൽ കയറണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. പൊളിക്കുപടി നമ്മള്. അതെ അല്ല അതെ അതെ. വർഷം കൂടെ നോക്കട്ടെ. കണ്ണമ്പ്രോ വലിയ കുഴപ്പം കാണൂല. സമയം കിട്ടിയില്ലടി കോസ്റ്റ്യൂം എടുക്കാനേ. ആണല്ലേ? പക്ഷെ നീ അവന്റെ സൈസ് കറക്റ്റ് ആയിട്ട് എടുത്ത്. എവിടെ കണ്ണമ്പ്രോ? നല്ല രസമുണ്ട് കണ്ണമ്പ്രോ. അങ്ങനെ കണ്ണമ്പ്രോ ഒരു സൂപ്പർമാനും ആയിരിക്കും സുഹൃത്തുക്കളെ. സത്യോടെ അളിയാ നമ്മൾ രണ്ടുപേരാണ് അഴിവിയത്. നമ്മളാണ് തകർത്തത്. ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് എടുത്തു പോയോന്ന് എനിക്കൊരു സംശയം. കാരണം നിങ്ങളൊക്കെ ഞാൻ വിചാരിച്ചു നീയൊക്കെ അങ്ങനെയൊന്നും ചെയ്യൂല. ഞാൻ വിചാരിച്ചു സുഹൃത്തുക്കളെ ആരും ഭയങ്കര ലൈറ്റ് ആയിട്ട് ചെയ്യുന്നു. പക്ഷെ വർഷം ഇപ്പൊ വരും ഗൈസ്. ലാസ്റ്റ് കോസ്റ്റ്യൂം ഓഫ് ദ ഡേ. മകളെ മകനെ ഇതെന്താ കുമ്പിടി സ്വാമിയാടി? നമുക്കിറങ്ങാം വാ. ഫ്ലൈറ്റിന് സമയമായി വാ. ഓക്കെ ഞങ്ങൾ പതുക്കെ ഇവിടെ നിറങ്ങട്ടെ. ഇവിടെ ഞങ്ങളെ ചവിട്ടി പുറത്താക്കും. ഇനി വർഷടി പൊളി കേട്ടാ. നോക്കട്ടെ തിരിഞ്ഞേടി. തത്വമസി കപ്പും എടി ഷാർക്ക്. വാ ഇറങ്ങാം. അതെ ഇത് സൂപ്പർ ഹീറോ കപ്പിൾസ് ആണ് സുഹൃത്തുക്കളെ. കണ്ണമ്പ്രോ ശരിക്കും എന്റെ ബ്രൈറ്റ് ടു ബി ആയിരുന്നു. എനിക്ക് കോസ്റ്റ്യൂം കിട്ടിയില്ല. അതെ സുഹൃത്തുക്കളെ. അമ്മു എന്റെ കുരങ്ങനായിരുന്നു ഗൈസ്. കുരങ്ങനല്ല ഒരു പഴമായിരുന്നു. പക്ഷെ അത് കിട്ടിയില്ല. ഒരു വലിയ പഴമായിരുന്നു നേന്ത്രപ്പഴം. പക്ഷെ കിട്ടിയില്ല. അത് കറക്റ്റ് എന്റെ സ്കൂൾ ബാഗ്. സ്കൂൾ കുട്ടിയല്ലേ ഞാൻ? സ്വാമി വരൂ സുഹൃത്തുക്കളെ. കുമ്പിടി സ്വാമി. ഇത് മറന്നിരിക്കുന്നു. Do you guys like our costume? My costume? Thank you. I'm a school girl apparently. വാടാ പോവാടാ. എടാ എന്റെ ബാഗും കൂടെ വന്നപ്പോ കറക്റ്റ് ആയല്ലേ? നമുക്ക് സ്കൂളിൽ പോവാ. ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അടക്കി പിടിച്ചൊക്കെ ചിരിക്കുകയാണ് കേട്ടാ. ചെല്ല്. ആഹാ സുഹൃത്തുക്കളെ ബാലി എയർപോർട്ടിലാണ്. എനിക്ക് തോന്നുന്നു ലുങ്കി എടുത്ത് പോയാൽ പിന്നെ നമ്മളൊരു കോസ്റ്റ്യൂം ചലഞ്ച് ഇപ്പോഴാണ്. ഓ എന്റെ അഡ്രിനാലിൻ പമ്പ് ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടാ. ഹലോ യു ലൈക്ക് ദ കോസ്റ്റ്യൂം? നോ ഇറ്റ്സ് ഗ്രേറ്റ്. താങ്ക് യു. വെരി ഗുഡ്. ആൻഡ് ദേർസ് എ ഷാർക്ക്. ഹായ്. Yeah, Spider-Man and Superman also. Thank you. കണ്ടാ കേസ് നമ്മുടെ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നു. താങ്ക് യു. വാ ഇനി പോയി ഫ്ലൈറ്റിൽ പുഴുക്കാം. സ്വാമി ഈ സ്ത്രീയുടെ കോസ്റ്റ്യൂം നോക്കൂ. സ്വാമി ഈ സ്വാമി ഇന്ന് ഞാൻ ഒരു ആസാമിയാക്കും. എന്നോട് വന്നിട്ടേ ഇങ്ങനെ പ്ലാൻ ചെയ്തേക്കണം. കിട്ടിയെങ്കിൽ നീ അല്ലടി നിന്നെയാണ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ നീ ഇതേ കണക്കായന. പക്ഷെ നിന്നെ കിട്ടിയതുകൊണ്ട് മക്കളെ ഞാൻ ലൈറ്റ് ആക്കി കളഞ്ഞത്. നീയും പൊളിച്ച് ശരു അനന്തവും പൊളിച്ച്. ഞാൻ എടുക്കണോ സ്വാമി? നമുക്ക് നോക്കാം ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ റിയാക്ഷൻ ഒക്കെ ഉണ്ടാകുന്നു. പുച്ഛം മാത്രമാണ്. ഹലോ ഹൗസ് ദ കോസ്റ്റ്യൂം? ഗുഡ് താങ്ക് യു. ഹലോ ഹൗസ് ദ കോസ്റ്റ്യൂം? ഓ താങ്ക് യു. യാ അപ്പാരന്റ്ലി ഐ ആം എ സ്കൂൾ ഗേൾ. ഓ താങ്ക് യു. താങ്ക് യു. വിച്ച് വൺ ഇസ് ദ ബെസ്റ്റ്? ദ ഗ്രീൻ വൺ. ബ്യൂട്ടിഫുൾ അത്. അളിയ
നീ ശ്രദ്ധിച്ചു കിടന്നോ, ഏതെങ്കിലും മൂലയിൽ കുനിഞ്ഞു നിന്ന് താഴെ പോയാൽ നീ ഒന്നും കുനിഞ്ഞ് താഴെ എടുക്കരുത്. ഞാനും എന്താ സ്വാമി ഇങ്ങനെയൊക്കെ വർത്താനം പറയാമോ? രണ്ട് ബസ്സുകളും കൂടെ നടന്നു പോകണമൊക്കെയാണ്. ചിലന്തിയോ? പിന്റു കെബറങ്കട്ടാൻ അങ്ങോട്ട് പോവാൻ കേസ്. സ്കൂൾ കുട്ടി നല്ല രസമുണ്ട്. സത്യം ആന്തോക്ക് ആ കപ്പിൾസിനെ നോക്കൂ. Hi guys. Hi. Do you like our costume? Thank you. Hey guys. വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. എടി ഞാൻ സ്കൂൾ കുട്ടി. നീ കുമ്പിടി സ്വാമികൾ. ആനന്ദു അതാണ് നീ ഇങ്ങനെ. ഞാൻ വിചാരിച്ചു ക്യൂട്ട്നെസ് ഇട്ടായിരിക്കുമെന്ന്. ഗുഡ്. ജിസ്ക് 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 പുസ്കൊന്നു. Hey guys. Do you like the costume? Thank you. ആനന്ദു. ഓ അത് പൊളി സാധനം കേട്ടോ. അത് പറകിന്ന് കണ്ടു കഴിഞ്ഞാൽ സായിപ്പന്മാരൊക്കെ ബാക്കി നോക്കണണ്ടാ. ഇവിടെ ഞാൻ ഇന്ന് വളയ്ക്കുമെന്നാണ് അവന്മാരുടെ വിചാരം. ഇവിടെ ബാക്കിൽ നിന്ന് സായിപ്പന്മാരൊക്കെ നോക്കണുണ്ട് കേട്ടാ. സ്വാമി ഒന്ന് ട്രൈ ചെയ്യട്ടെ. സ്വാമിക്കൊരു സൈഡ് വലി വന്നു. സ്പൈഡർമാൻ അത് സൂപ്പർമാൻ അല്ലേ? ഹലോ. അയ്യോ ഇത് പൊളി സാധനം ഗൈസ്. ഇറ്റ്സ് ഗുഡ്. താങ്ക് യു. ഇതായാലും കാണുന്നവർക്കെല്ലാം ഒരു ചിരിയെങ്കിലും നമ്മൾ ദാനം ചെയ്യുന്നുണ്ട് സുഹൃത്തുക്കളെ. സ്പൈഡർമാൻ ഓൾവേസ് ഹെൽപ്സ്. That's true. കണ്ടാ ഇത് ഫ്രണ്ട്ലി പനങ്ങാട് സ്പൈഡർമാൻ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടാ. സ്വാമിജി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. എപ്പോഴാണാവോ സ്വാമിജി ഇന്നത്തെ സ്വാമിജി ഇന്ന് എപ്പോഴാണാവോ ദർശനം? ആണോ? How are you? Good. Do you like? Yes. Look at the. You guys like it? ഒരു ഉമ്മ കൊടുത്തു വിട്ടത് പൊളി സാര കേട്ടാ. ഇത് ഇടക്കിടക്ക് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ചിരിച്ച് മനുഷ്യന്റെ ഞാൻ എപ്പോ എത്തിയെന്ന് ചോദിച്ചാ മതി കേട്ടോ. ഇപ്പൊ തീർത്തു തരാടാ. Hi guys. എടാ എല്ലാരും ഫ്രണ്ട് സൂപ്പർമാനും സ്പൈഡർമാനും അത് കഴിഞ്ഞ് വരുമ്പോ നിന്റെ ക്യാരക്ടർ മാത്രം മനസ്സിലാവില്ല. ഇത് ജഗതിയാണെന്ന് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ. ജഗതി അല്ലേടാ ഇതിപ്പോ? ജഗതി ചേട്ടൻ. ഓ ജഗതി ചേട്ടന്റെ കോസ്റ്റ്യൂമാണ് ഇത്. കുമ്പിടി സ്വാമി. ഇതാരുടെയാ? തിണ്ടുപോളതൊക്കെ എന്താടാ? ആ സ്വാമിയും ചരക്കും വന്നു. ഗൈസ് ഇത്രയും ദൂരം ഞങ്ങൾ അങ്ങേറ്റം നടന്ന് 9 എത്തിയപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് 7 ആണെന്ന്. ഇത് ഇട്ടുകൊണ്ട് എയർപോർട്ട് മൊത്തം നടന്നടാ. എന്താണ്? ആണ്. അതെ എല്ലാം ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് എടുക്കുന്ന ആൾക്കാരാണ്ടാ കൂടുതലും. കാരണം ഫണ്ണി കണ്ടാ ചിരിക്കണം. അത്രേ ഉള്ളൂ. അടാ അതിന്റെ ഹോണ്ട സിവിക് ഇല്ലാത്തോണ്ടാടാ. ഇതിന്റെ സിറ്റി ആയി പോയില്ലേ. അതൊന്നും എനിക്ക് പണ്ടേ ഇല്ലാത്ത സാധനങ്ങളാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങളത് വേണോന്ന് ഇവിടെ നിർബന്ധം പിടിക്കല്ലേ. നമ്മളെല്ലാവരും ചിരിപ്പിക്കുക, സന്തോഷിപ്പിക്കുക, ആരും വിഷമിപ്പിക്കുക ഒരു ഉദ്ദേശമില്ല ഗൈസ്. വർഷ കട്ട ക്യാരക്ടർ കേട്ടാ കുമ്പിടി സ്വാമി. ഒരു ചിക്കൻ കാലൂടെ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ടടാ കോസ്റ്റ്യൂം? പുഴുങ്ങലുണ്ട് കേട്ടോ. ആ വാ 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 കയറിക്കോടാ കയറിക്കോ. ഇത് തന്നെ ആണല്ലേ നമ്മുടേത്? ആ
ഇത് തന്നെ ബോർഡിംഗ് പാസ് എടുക്കാം. എടുക്കാം. ഇതിൻ്റെ അകത്തല്ലേ ഒന്ന് ഞങ്ങളെല്ലാം സെറ്റ് ആക്കട്ടെ. സ്കൂൾ കുട്ടികളുടെ ഫോട്ടോ എടുക്കാൻ പാരന്റ്സിന്റെ പെർമിഷൻ ഉണ്ടോ? ഇല്ല. ആഹാ, ഇത് കുമ്പിടി സ്വാമി. എടി ഷാർക്കേ, നിന്നെ ഇന്ന് കറി വെക്കോടി എല്ലാരും കൂടെ. ഷാർക്കല്ലേ, ഷാർക്ക് കറി. നീ എന്താ മക്കളെ എന്റെ കൂടെ ടെൻഷൻ അടിച്ചിരിക്കണത്? സീറ്റംബറൊക്കെ കാണോ? 19 എങ്ങാണ്ടാ. ഡയലോഗ് പഠിക്കാൻ നോക്കിയാണ് എന്റെ കൊച്ചു ക്യാരക്ടറിലാണ്. എടി നമ്മള് എയർപോർട്ടിൽ കൂടെ നേരത്തെ കുറച്ച് ബേളം വെച്ചതിന് നമ്മള് 2-3 ദിവസം എയറിലായിരുന്നു. ഇത് നീ ഒരു വർഷത്തേക്ക് എയറിലേക്ക് പ്രതീക്ഷിച്ചു കേട്ടോ. കുമ്പിടി ലുക്ക് ആയിട്ടില്ലേ? കുമ്പിടി കിടില. കുമ്പിടി പെട്ടെന്ന് ഞാൻ വീട്ടിൽ കൊണ്ടുപോട്ടെ. കുമ്പിടി ഇനി ഈ ചരക്കിന്റെ കൂടെ നിൽക്കും. സ്പൈഡർ ഗേൾ ആൻഡ് സൂപ്പർമാൻ. സൂപ്പർമാനെ കണ്ടിട്ട് ബാറ്റ്മാൻ. This is a shark. This is a baby. Hot babe. This is a Asami. Saint. പാസ്പോർട്ടും വേണോ? Oh yeah, blessing, giving you blessing. It's a saint. This is a school girl. Bye bye. Thank you. Bye bye. Bye bye. യോ എസ്കലേറ്ററിൽ വന്നിട്ട് നില്ലെന്നാ. സുഹൃത്തുക്കളെ, നമ്മുടെ മിഷൻ അക്കോംപ്ലിഷ് ചെയ്തുകൊണ്ട് നമ്മൾ ഫ്ലൈറ്റ് കയറുകയാണ്. കുളു കുളു കുളു. ഇത് കണ്ടപ്പോ അവളോടുള്ള ഇഷ്ടം കൂടിയെന്ന് പറഞ്ഞായിരിക്കും വിശ്വസിക്കൂ. എനിക്ക് do you like the costume? Thank you. എടാ വാടാ. എവളിത് മറിഞ്ഞടിച്ച് വീടും കേട്ടോ മിക്കവാറും. ഹലോ, you like the costume? Thank you. Thank you. ഈശ്വര നല്ലോണം ഒന്ന് പുഴുകട്ടെ. സീറ്റ് 6 അല്ല 6 അല്ലേ? നമ്മുടെ ബോർഡിംഗ് പാസ് എടുത്ത് 9 ആണ്. ഐ എം കം ഫ്രം കേരള ഹോൾസെയിൽ ഹൈസ്കൂൾ. ആൻഡ് അനന്തു എന്നെ കാണിച്ചു പറ. ഷീസ് ചരക്ക് മിസ്സായി എന്നൊക്കെ. ഇത് പിടിച്ച ഈ സ്കൂൾ കുട്ടി വന്നിരുന്നോട്ടെ. സുഹൃത്തുക്കളെ, ഞങ്ങൾ വീണ്ടും ഒന്നിക്കുകയാണ്. സൂപ്പർമാനും സ്കൂൾ കുട്ടിയും കുമ്പിടി സ്വാമികളും. മലയാളികളായിരുന്നു അല്ലേ? ഇഷ്ടപ്പെട്ട കോസ്റ്റ്യൂം. സക്സസ്ഫുൾ മിഷൻ. ഒരാൾ പറഞ്ഞു ജഗതി ചേട്ടനും അണി റോസിനും മാത്രമേ ഇതുവരെ ഈ കോസ്റ്റ്യൂം ഇറങ്ങിയിട്ടുള്ളത്. ഞാനൊരു സ്കൂൾ കുട്ടിയായിട്ടാണ് ചേട്ടാ ഇരിക്കുന്നത്. ഇഷ്ടപ്പെട്ടോ? ഇതെന്റെ ഭാര്യ കുമ്പിടി സ്വാമി. അതെ ആണോ? ഞങ്ങള് ഫ്ലൈറ്റില് എടുക്കാം. സെൽഫി എടുത്തിട്ടേ പോവുള്ളൂ. എങ്ങനെയുണ്ടടി? കൊള്ളാം. എടി നോക്ക്, ഞാൻ പാവാടെ കൊടുത്താണ്ടിരിക്കണത്. പെറ്റിക്കോട്ട്. ഇത് കുമ്പിടി. ഇത് നോക്കച്ചാ, സ്കൂൾ കുട്ടി കുമ്പിടി സ്വാമി. ഞാൻ സ്കൂൾ കുട്ടി. ഞാൻ കുമ്പിടി. സൂപ്പർമാൻ. അപ്പുറത്ത് സ്പൈഡർമാൻ. അനന്തുകൊണ്ട് അവിടെ ഇരിക്കണ്. അനന്തുവിനെ മൊത്തത്തിൽ കാണണം. ഞാൻ കാണിച്ചു തരാം. ഒരു സെക്കൻഡ് ഞാൻ കാണിച്ചു തരാം. അതെ, ഇനി ഒന്നും വെച്ചിട്ടില്ല ചാ. ബാക്കി അവർക്ക് ഭയങ്കര വിഷമമായിരുന്നു. അത് മാറ്റി കൊടുക്കാം. അതെ അതെ, അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചാ. ശരി, താങ്ക് യു ചാ. താങ്ക് യു ചാ. താങ്ക് യു. ഓക്കെ ചാ, ശരി. ഗൈസ്, എന്ത് രസം ഗൈസ്. ഭയങ്കര ഒരു സന്തോഷം. ഭയങ്കര രസം ഇല്ലേടി? തത്വമസ്വാമി വളച്ചാളാ. നീന്തിരി മരിച്ചിരിക്കണത് സ്വാമി. ഇവള് നേരത്തെ കണ്ടല്ലോ. അവര് നേരത്തെ കണ്ടു. എന്നെ കണ്ടായിരുന്ന? ഇത് കണ്ടാ നിങ്ങള്? ഹലോ,
സ്കൂളിൽ പോവാ മക്കളെ. സ്കൂളിൽ പോയിട്ട് വരും. വെരി ബ്യൂട്ടിഫുൾ ആണ്. താങ്ക് യു for further inflation. സ്വാമി The light comes on when in പുണ്യമ്മ contact with വിളിക്കണു. water, and hearing the whistle റൂം റെഡിയാക്കിയോ? evacuation ഹോമം വേണം. at all exits. പാതയെ എനിക്കൊന്ന് ഒറ്റയ്ക്ക് Please കാണണം. note that an emergency ഒരു exit on the ആ right റെഡ് തലമുടിയുള്ള പാതയെ എനിക്കൊന്ന് ഒറ്റയ്ക്ക് എനിക്ക് ഫ്ലൈറ്റ് ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞു തരാൻ കേട്ടോ. If smoke is ഇപ്പോഴാണ് present, ശരിക്കും keep low വർഷയുടെ and follow വൈബിൽ the എത്തിയതെന്നാണ് path എനിക്ക് to the തോന്നുന്നത്. nearest exit അല്ലേ as പിന്നെ? indicated. ഹോമം A copy വേണം. of this safety information card is in your seat pocket. Please read it carefully. Passengers seated next to an emergency exit are കുമ്പിടിസ്വാമി വല്ലാണ്ട് requested to study ബോധിച്ചിരിക്കുന്നു. the operation of ഞാൻ these നേരത്തെ exits in ചോദിച്ചു, the safety ഒരു card. As this is a non-smoking flight, please do പഠിക്കാൻ not പോയ വേറെ smoke സ്ഥലത്ത് പോകണം throughout the പെൺകൊച്ചാ. flight. അതെ. Smoking in the പേടി toilet പോയി will തായ്ലൻഡ് activate കൊണ്ടാക്കാം. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. കുട്ടി എന്താണതൊക്കെ? അത് തന്നെയല്ലേ പോണേ. ഇത് മതി എനിക്ക്. എന്താ അത്? ഉമ്മയൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. എന്നാ ഇത് മതി എനിക്ക്. ഫ്ലൈറ്റ് എടുക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ബാലിയോട് വിട പറയാണ് ഇതോ നമ്മൾ സുഹൃത്തുക്കളെ. പോയ ബോട്ട്. ബൈ ബൈ ബാലി ബൈ. വിൽ മിസ് യു ഇച്ചായ. വി വിൽ മിസ് യു. അയ്യോ ഇച്ചായനാണ് ഞാൻ സോറി. ഇച്ചായനെ മനസ്സിലായോ? പാലാരിവട്ടം ശശി. ശശി പാലാരിവട്ടം. കണ്ടപ്പോ നമ്മുടെ ബാലി ട്രിപ്പ് തീർന്ന് അതെ, നമ്മള് ബാല്യം പണിന്ന് പോകും. വിട പറയുകയാണ് സുഹൃത്തുക്കളെ. വിട പക്ഷെ പറയുക. നമ്മള് വീട്ടിൽ വരും. അതെ വരും. നമ്മൾ വരും. ഓക്കെ ഞങ്ങളിനി ടേക്ക് ഓഫ് ആയി. ഇനി മലേഷ്യ. ഫ്ലൈറ്റിന് പുറത്ത് മഴ പെയ്തോണ്ടിരിക്കുകയാണ് കേട്ടാ. നമ്മളിതാ കോലാലംപൂർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുമ്പിടി സ്വാമിയും സ്കൂൾ കുട്ടിയും സൂപ്പർമാനും ഒക്കെ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റുള്ളൂ. എല്ലാവർക്കും ജലദോഷമൊക്കെ ആയിട്ട് മൂക്കും ചെവിയും ഒക്കെ അടഞ്ഞിരിക്കുന്നു ഗൈസ്. ഒരു പൂളല് മാത്രമേ കേൾക്കാൻ പറ്റുന്നുള്ളൂ. ഓക്കെ ലാൻഡ് ആവട്ടെ ഗൈസ്. ലാൻഡായിട്ട് വരാം ഗൈസ്. മഴ പെയ്യുമ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഇരിക്കും കേട്ടാ. നമ്മുടെ വിൻഡോ ഇങ്ങനെയാണ് കാണാം. സെറ്റ്. എന്റെ അടുത്ത് ഒരുപോലെയാണ് പോണത്, ശ്രദ്ധിച്ച. നല്ല മഴ കേട്ടോ പുറത്ത്. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കോലാലംപൂർ നഗരം കാണാൻ സുഹൃത്തുക്കളെ. താഴെ എത്തി. ഫ്ലൈറ്റ് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ. കുമ്പുടിയുടെ ഹോമത്തുനിന്ന് വന്ന പുകയാണ് എന്നൊക്കെ. റെഡിയല്ലേ ഇറങ്ങാൻ? ഐ ഹാവ് ദ സെക്സ്. എന്താ എന്തോ പിടയ്ക്കുന്നുണ്ടല്ലോ. പിടയ്ക്കുന്ന മത്തിയോ? ബാക്കിരിക്കണ ഭയങ്കര തെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബാക്കിരിക്കണ എൻജോയ് ചെയ്യണുണ്ടെന്ന്. പുള്ളിക്ക് ചിരി വേണ്ടിട്ട് ഇടക്കിടക്ക് അളിയനെ നോക്കാൻ ചിരിക്കും. എന്തൊരു കണ്ണം ബ്രോ. ഞാൻ നോക്കിയപ്പോഴേ ഇടക്കിടക്ക് സൈഡിലോട്ട് നോക്കും, അമ്മൂനെ നോക്കും, ഇവിടെ തിരിച്ചിരിക്കും. സ്പൈഡർ ഗേളിന്ന് വീട തോന്നുന്നു. സൂപ്പർമാൻ ചൂണ്ട് മിക്കവാറും. കുമ്പിടി കുമ്പിടിയുടെ മുഖത്തെന്താ ഒരു പാട്? ഫ്ലൈറ്റിന്റെ അകത്ത് 2 മതാലസുകളായിട്ട് ഹോമം ഉണ്ടായിരുന്നു കേട്ടോ. ഹോമം വേണം. കണ്ടില്ലേ അതിന്റെ പുക? ക്യൂട്ടി. ഓക്കെ ഞങ്ങൾ നൈസായിട്ട് ഇറങ്ങട്ടെ ഗൈസ്. ഊരി വെക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിരിക്കണം. സുഖിയുടെ എല്ലാം നിന്നെ നോക്കി വാറ്റാണ് കേട്ടാ. പക്ഷെ ഞാൻ എടുത്തില്ലേ. ഊറ്റി വലിച്ചെടുക്കല്. ചലഞ്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരു ഫ്ലൈറ്റ് യാത്ര ഞങ്ങൾ അതിസക്സസ്ഫുള്ളി ഞങ്ങൾ കോസ്റ്റ്യൂംസിൽ വേറെ കോസ്റ്റ്യൂംസിൽ. അതെ ഇനി ചേഞ്ച്. എടി മുതലേന്നൊക്കെ. എടി മീനെ, എടി സ്രാവേ മാറ്റണ്ടേ. എല്ലാരും ഓ സ്പൈഡർമാൻ ഞങ്ങളെ പറന്നങ്ങോട്ട് എത്തിക്കൂ. വിക്കിവൈഡി സ്പൈഡർമാൻ. സ്പൈഡർ ഗേൾ. സ്പൈഡർ ഗേൾ. ടടാൻ ടടാൻ ടാൻ ടടാൻ ടാ. തായ്ലൻഡ് എത്തി. ഇനി കുമ്പിടി മാറി. ശശി ശശി. മിഷൻ അക്കോംപ്ലിഷ്ഡ്. ഇനി ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ഡ്രസ്സുകളിലേക്ക് പോട്ടെ. എന്നിട്ട് നാട്ടിലേക്ക്. ഓക്കെ ഊരിട്ട് വരാം ഗൈസ്. അങ്ങനെ challenge completed. Now I'm in the game, I was on the bench. First I was renting, now I'm collecting rent. First it with the Beamer, now I want the Benz. Spending all the bag like here I go again. Outside says chirp, now the camera phone. Told you